ഹലോ ഫ്രണ്ട്സ്, അസ്സാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു ടെയിൽസ് ഓഫ് നെജു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഈസി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ്. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലൻ സ്നാക്കാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക. എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കും. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 2 പഴമാണ് എടുത്തിട്ടുള്ളത്. ഈ പഴം ഒന്ന് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം ഗീ ഒഴിച്ച് കൊടുക്കുക. ഗീ ഒന്ന് നന്നായിട്ട് മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് പഴം എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല പഴുത്ത പഴം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് പഴമൊക്കെ ഇട്ട് കൊടുത്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഈ ഒരു ഗീയിൽ കിടന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഞാൻ മുന്നത്തെ വ്ളോഗിൽ ഈ ഒരു റെസിപ്പി കാണിച്ചിരുന്നു, ഫുള്ളായിട്ട് കാണിച്ചില്ല. ഞാൻ ഈ ഒരു റെസിപ്പിയുടെ ഫുൾ വീഡിയോ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പഴമൊക്കെ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കരയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ ഞാനൊരു 2 ശർക്കര എടുത്തിട്ടുണ്ടായിരുന്നു. ശർക്കര ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര യൂസ് ചെയ്ത് കൊടുക്കാം. കുട്ടികൾക്ക് മധുരം കൂടുതൽ ഇഷ്ടമാണെങ്കിൽ മധുരം ഇട്ട് കൊടുക്കുമ്പോൾ കുട്ടികൾ ഇഷ്ടത്തോടെ കഴിക്കുമല്ലോ. പിന്നെ ഇതിലേക്ക് അല്പം തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ തേങ്ങയ്ക്കൊന്നും പ്രത്യേക അളവില്ല, നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ശർക്കര നന്നായിട്ട് മെൽറ്റ് ആവുന്നവരെ അതൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ശർക്കരയ്ക്ക് പകരം നമുക്ക് പഞ്ചസാര വേണമെങ്കിലും യൂസാക്കി എടുക്കാം. പക്ഷേ പഞ്ചസാരയേക്കാളും നല്ലത് ശർക്കര ആയതുകൊണ്ടാണ് ഈ ഒരു സ്നാക്കിലേക്ക് ശർക്കര യൂസാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഇതാ ശർക്കരയും തേങ്ങയും പഴമൊക്കെ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ലതുപോലെ ഉടച്ച് തന്നെ കൊടുക്കുക. ഇനി ഇതൊന്ന് പാനിൽ നിന്നും ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. അല്പം ഒന്ന് ചൂടാറട്ടെ. ആ ഒരു സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള ഒരു മാവ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഒരു ബാറ്റർ ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കുന്ന മാവിൻ്റെ ആ ഒരു തിക്നെസ്സിൽ ഉണ്ടാക്കിയെടുത്താൽ മതിയാവും. അപ്പോൾ എത്രയാണോ നമ്മൾ പൊടി എടുക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് ആവശ്യത്തിനുള്ള വെള്ളം കുറച്ച് ആയിട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒരു പഴംപൊരിക്കുള്ള ബാറ്ററിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കാം. ഇപ്പോൾ ഇതാ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നല്ല കട്ടിക്കുമല്ല, അതുപോലെ തന്നെ നല്ല ലൂസിലുമല്ല, ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പുറത്തുള്ള ബാറ്ററിൻ്റെ കുറച്ച് മധുരത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ബ്രെഡ് ഓരോന്ന് എടുക്കുക. എന്നിട്ട് നോർമൽ വാട്ടർ, അതായത് പച്ചവെള്ളത്തിൽ മുക്കിയെടുത്തിട്ട് 2 കൈ യൂസാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലുള്ള വെള്ളമൊക്കെ ഒഴിവാക്കിയെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായി കിട്ടും. പിന്നെ അതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പഴത്തിൻ്റെ കൂട്ടുകൂടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. സെൻറ്ററിലേക്കായിട്ട് 1 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. എന്നിട്ട് ഈ ഒരു ബ്രെഡ് നമുക്ക് കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കണം. ആദ്യം ഒന്ന് റോൾ ചെയ്തെടുത്ത ശേഷം പിന്നെ ഇത് ബോൾ രൂപത്തിലാണ് ഞാൻ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഏത് രൂപത്തിലാണോ ഇഷ്ടപ്പെട്ടത് അതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഓവൽ ഷേപ്പിലാണെങ്കിൽ ഓവൽ ഷേപ്പിലാക്കിയെടുക്കാം. ഞാനിത് ബോൾ രൂപത്തിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ബോൾസ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരു 5 ബോൾസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെയും ബാറ്റർ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പഴത്തിൻ്റെ കൂട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതൊന്ന് പൊരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് അല്പം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് അതിലേക്ക് ഓരോ ബോൾസും ബാറ്ററിൽ ഡിപ്പ് ചെയ്തെടുത്തിട്ട് ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാ വശത്തേക്കും ഓയിലൊന്ന് ഇതുപോലെ ആക്കിയെടുക്കുക. അപ്പോൾ അധികം ഓയിലൊന്നും യൂസാക്കാതെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അല്പം മാത്രം ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കുക. പിന്നെ ഫ്രൈ ആക്കി എടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി. കാരണം പുറത്തുള്ള ഈ ഒരു മൈദ മാവ് മാത്രം കുക്ക് ചെയ്തെടുക്കാനായിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് പുറത്തേക്ക് സ്പ്രെഡ് ആയിട്ടുള്ള ചെറിയ ഈ ഡോട്ട്സൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ഈ ഒരു സ്നാക്ക് നല്ല സിമ്പിളുമാണ്. അതുപോലെ തന്നെ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ നല്ല ഇഷ്ടത്തോടു കൂടി കഴിക്കാനായിട്ടും പറ്റും. അപ്പോൾ ഇതാ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ആ ഒരു സമയം കൊണ്ട് ഞാനിതാ ബാക്കിയുള്ള പഴത്തിൻ്റെ മാവ് ജസ്റ്റ് ഒന്ന് ചെറിയ ബോൾസാക്കി മാറ്റിയെടുക്കുന്നുണ്ട്. ഇനി ബ്രെഡ് ഇല്ലെങ്കിലും ഈ സ്നാക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം.
നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള മൈദമാവിലേക്ക് ഈ ഓരോരോ ബോൾസും ഡിപ്പ് ചെയ്യുക. എന്നിട്ട് ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ടും പറ്റും. അപ്പോൾ ഇതിലേക്ക് ഞാൻ ബ്രെഡ് യൂസ് ആക്കുന്നത്, ബ്രെഡ് യൂസ് ചെയ്യുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ പുറം ഭാഗം കുറച്ച് ക്രിസ്പിനെസ്സും ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ബ്രെഡ് യൂസ് ആക്കി എടുക്കുന്നത്. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഞാൻ എല്ലാ സ്നാക്കും ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. എണ്ണയൊക്കെ വാർന്ന ശേഷം നമുക്ക് അതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ അതൊക്കെ ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നേരത്തെ പറഞ്ഞ ബ്രെഡ് യൂസ് ആക്കാത്ത സ്നാക്കാണ്. അപ്പോൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പഴത്തിൻ്റെ കൂട്ട് നേരിട്ട് തന്നെ നമുക്ക് ബാച്ചറിലേക്ക് ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് പൊരിച്ചെടുക്കാം. ഇതും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ബ്രെഡ് കയ്യിലില്ലെങ്കിൽ ഇതുപോലെയും ഉണ്ടാക്കി നോക്കാം. ഇതും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ബ്രെഡ് യൂസ് ആക്കിയിട്ടുള്ള സ്നാക്കും അതുപോലെ ബ്രെഡ് യൂസ് ആക്കാത്ത സ്നാക്കും പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ പറയില്ലേ ചായയൊക്കെ ആവുന്ന സമയം കൊണ്ട് നമുക്ക് സ്നാക്ക് റെഡിയാക്കാമെന്ന്, അങ്ങനെ ഒരു സ്നാക്കാണ് ഈ ഒരു സ്നാക്ക്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക. ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്കുകളൊക്കെ ഒന്ന് അറിയിക്കാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ബ്രെഡ് യൂസ് ആക്കാത്ത സ്നാക്ക്. പിന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് സ്നാക്ക് റെസിപ്പീസും അതുപോലെ തന്നെ വ്ളോഗ്സൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ ഇനി പുതിയ റെസിപ്പിയോ പുതിയ വ്ളോഗുമായി വീണ്ടും കാണാം. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ബിഗ് താങ്ക്സ്. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.